1990-ൽ 7 മലയാള ചിത്രങ്ങളാണ് ഓണം റിലീസായി എത്തിയത്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ജയറാമിന്റെയും ശ്രീനിവാസന്റെയും ഒക്കെ ചിത്രങ്ങൾ റിലീസിനെത്തിയിരുന്നു. കെ സുഗുവിന്റെ നമ്മുടെ നാടായിരുന്നു ഓണത്തിനെത്തിയ ഒരു മലയാള ചിത്രം. ജയറാമിനെയും പാർവതിയെയും നായികന്മാരാക്കി കമൽ അണിയിച്ചൊരുക്കിയ ശുഭയാത്രയായിരുന്നു ജയറാമിന്റെ ഓണം റിലീസ്. മോഹൻലാലിനെ നായകനാക്കി IV ശശി അണിയിച്ചൊരുക്കിയ അർഹതയായിരുന്നു മറ്റൊരു ഓണം റിലീസ്. മോഹൻലാലിന് ഒന്നിലധികം ഓണം റിലീസുകളുള്ള വർഷമായിരുന്നു 1990. തമ്പി കണ്ണന്താനം മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇന്ദ്രജാലം തിയേറ്ററിലെത്തിയതും 1990-ലെ ഓണക്കാലത്തായിരുന്നു. ഭദ്രൻ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ അയ്യർ ദ ഗ്രേറ്റ് ആയിരുന്നു മറ്റൊരു ഓണം റിലീസ്. മമ്മൂട്ടിക്ക് ഒന്നിലധികം റിലീസുകൾ ഈ ഓണക്കാലത്ത് ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ, ഉർവശി, ജയറാം, പാർവതി തുടങ്ങിയവർ ഒന്നിച്ചെത്തിയ സത്യൻ അന്തിക്കാടിന്റെ തലയണ മന്ത്രമായിരുന്നു മറ്റൊരു ഓണം റിലീസ്. ശ്രീനിവാസൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. മമ്മൂട്ടിയെ നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒളിയമ്പുകളായിരുന്നു 1990-ലെ മമ്മൂട്ടിയുടെ മറ്റൊരു ഓണം റിലീസ്. ഈ 7 ഓണം റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഓണം വിന്നറായി മാറിയത് ഇന്ദ്രജാലമായിരുന്നു. വലിയ ഇനീഷ്യൽ കളക്ഷനിൽ തുടങ്ങിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. അക്കാലത്തെ വിലപിടിപ്പുള്ള കൂട്ടുകെട്ടായിരുന്ന ഡെന്നിസ് ജോസഫ്, തമ്പി കണ്ണന്താനം, മോഹൻലാൽ കൂട്ടുകെട്ടായിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയ ബഡ്ജറ്റിലെത്തിയ ഇന്ദ്രജാലം കേരളത്തിലെ തിയേറ്ററുകളിൽ 100-ലധികം ദിവസങ്ങൾ പ്രദർശിപ്പിച്ചു. തലയണ മന്ത്രമായിരുന്നു 90-ലെ ഓണത്തിന് പ്രദർശന വിജയം നേടിയ മറ്റൊരു ചിത്രം.